കൊച്ചിയിൽ അനധികൃതമായി താമസിച്ച 27 ബംഗ്ലാദേശികൾ പിടിയിലായിരിക്കുകയാണ്. വ്യാജ ആധാർ കാർഡുമായി കേരളത്തിലെത്തിയവരാണ് പ്രധാനമായും പിടിയിലായത്. കേരളം ബംഗ്ലാദേശികളുടെ അനധികൃത താവളമാക്കുന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയായിരുന്നു ഇവർ കൂട്ടത്തോടെ പിടിയിലായതും. ഇവരെ പിടികൂടിയത് മുനമ്പത്ത് നിന്നാണ്. ഇവർ ഇവിടെ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നതും. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധനകൾ നടന്നതും. 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തിയതെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ പോലീസ് ഇത് നിലവിൽ വിശ്വസിച്ചിട്ടില്ല. അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾ രാജ്യത്ത് വിവിധ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ. ഈ സാഹചര്യത്തിലാണ് ഇത്രയും പേരെ കൂട്ടത്തോടെ കൊച്ചിയിൽ നിന്ന് പിടികൂടിയതും. ഇവർ എന്തിനാണ് സംഘമായി കൊച്ചിയിൽ എത്തിയതെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വടക്കൻ പറവൂരിനടുത്ത് ചില ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ താമസിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും പരിശോധനകൾ നടന്നതും. ഇവർക്ക് താമസ സൗകര്യം ഒരുക്കിയത് ആരെന്നതുൾപ്പെടെ അന്വേഷണ വിധേയമാക്കുന്നതായിരിക്കും. പിടിച്ചെടുത്ത വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചാണ് താമസം രേഖപ്പെടുത്തിയതെന്നാണ് നിലവിലെ സൂചനകൾ. പോലീസ് ഇവരെ ചോദ്യം ചെയ്ത് വരികയാണിപ്പോൾ. കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പോലീസിന്റെ പരിശോധനകൾ നടക്കുന്നത്. 1 മാസത്തിനിടെ ഏതാണ്ട് 34 ബംഗ്ലാദേശ് സ്വദേശികളെയാണ് കേരളത്തിൽ നിന്നും പ്രധാനമായും പിടികൂടിയത്. രാജ്യത്തേക്ക് അനധികൃതമായി എത്തുന്ന ബംഗ്ലാദേശികളിൽ പലരും പശ്ചിമ ബംഗാളിൽ നിന്നുൾപ്പെടെയാണ് വ്യാജ ആധാർ കാർഡുകൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ കാഞ്ഞങ്ങാട് അനധികൃതമായി താമസിച്ചിരുന്ന ബംഗ്ലാദേശി പൗരന് തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആസാം പോലീസാണ് ഒരു കേസിന്റെ ഭാഗമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. കേരള പോലീസ് ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ലെന്ന വിമർശനം ശക്തമായി നിലനിൽക്കുന്നുണ്ട്.